പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ അടിച്ചു തകർത്തു. പടിഞ്ഞാറ് നടയിലെ വസ്ത്രസ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പട്ടിക്കാട് സമരാനുകൂലികൾ സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. മരുട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാനിറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. ബീച്ച് ഡാമിൽ വീണ യുവാവ് മരിച്ചു. ഡാമിലെ ഫ്ലോട്ടിംഗ് പമ്പിംഗ് സ്റ്റേഷനിലെ മെയിന്റനൻസ് ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി അനിയാണ് മരിച്ചത്. അപകടഭീതി നിറച്ച് കിഴിപ്പള്ളിക്കരയിലെ ജലസംഭരണി. കാലപ്പഴക്കമൂലം ജീർണാവസ്ഥയിലായ കുടിവെള്ള സംഭരണിയാണ് തകർച്ചാ ഭീഷണി ഉയർത്തുന്നത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിൽ ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയായി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ടാക്സികൾ നിരത്തിലിറങ്ങിയില്ല. നഗരത്തിലെ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തുറന്നു പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ അടപ്പിച്ചു. ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. തൃശൂർ സിവിൽ സ്റ്റേഷനിലെ 500ഓളം ജീവനക്കാരിൽ 100 പേർ മാത്രമാണ് ജോലിക്ക് ഹാജരായത്. ജില്ലാ റവന്യൂ വിഭാഗത്തിലെ 1704 ജീവനക്കാരിൽ 153 പേരാണ് ജോലിക്ക് ഹാജരായത്. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ചു തകർത്തു. പടിഞ്ഞാറ് നടയിലെ ഹോട്ടൽ സൗപർണികയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൗണ്ടറുമാണ് തകർത്തത്. പ്രകടനം കഴിഞ്ഞെത്തിയ 50ഓളം വരുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു. രാവിലെ ലോഡ്ജിലത്തെ കുറച്ച് ഭക്ഷണത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. നമ്മളിതിന് മുകളിൽ ലോഡ്ജ് നേരത്തോടെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് കഴിക്കാൻ വന്നു. പിന്നെ നമുക്ക് അവരോട് മാത്രം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അപ്പോഴാണ് അവിടെ പ്രകടനം കണ്ടത്. പ്രകടനം കണ്ടപ്പോൾ കട അടക്കാൻ പറഞ്ഞു. കട അടപ്പിച്ചു. പക്ഷേ ഉള്ള ആൾക്കാർ ഇറങ്ങി പോവാണ്. ഇതിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ പെട്ടെന്നുള്ളതിൽ നമ്മൾ ഒന്ന് പകച്ച്. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറ്. നമ്മളോട് മുൻകൂട്ടി വന്ന് പറഞ്ഞില്ല. സാധാരണ പറയാറുണ്ട്. പറയണ നമ്മളത് ഇതാകാറുണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാവാറില്ല. ഹോട്ടലിനോട് ചേർന്ന് ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്. ലോഡ്ജിൽ താമസക്കാർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ഇതിനിടയിൽ വിശന്നു വലഞ്ഞെത്തിയ ഭക്തർക്കും ഭക്ഷണം നൽകി. ഈ സമയത്താണ് ആക്രമണം നടന്നത്. ആക്രമണം കണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ ഇറങ്ങിയോടി. ടെമ്പിൾ SHO OG അജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് കാവലിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെങ്കിലും ഉടമ തയ്യാറായില്ല. ബാക്കി വന്ന ഭക്ഷണം സേവാഭാരതിയുടെ സഹായത്തോടെ ക്ഷേത്രനടയിലെത്തിയ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹോട്ടലിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. TC വിനോസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല. മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകൾ എത്തി തിരിച്ചുപോയി. രാവിലെയുള്ള സർവീസുകളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു. KSR ഫ്യൂവൽസ് പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിച്ചു. നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലെറിഞ്ഞു. പടിഞ്ഞാറ് നടയിൽ ഇന്നർ റിംഗ് റോഡിൽ ഉള്ള ശാസ്ത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് എറിഞ്ഞത്. നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല. കാലങ്ങളായി ബന്ദ് ഹർത്താൽ ദിവസങ്ങളിൽ പോലും ഈ കടകൾ അടപ്പിക്കാറുണ്ടായിരുന്നില്ല. ദേവസ്വത്തിന്റെ പാഞ്ചജന്യം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും തുറന്നു പ്രവർത്തിച്ചില്ല. ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് അനുഗ്രഹമായി. സാധാരണ തയ്യാറാക്കുന്ന പ്രസാദ ഊട്ടിന്റെ ഇരട്ടിയാണ് തയ്യാറാക്കിയത്. 16 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 500ഓളം കുട്ടികൾക്ക് ചോറൂണ് നൽകി. ട്രെയിനിനെയാണ് ഭക്തർ കൂടുതലായി ആശ്രയിച്ചത്. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ നടയിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറ് നടയിൽ സമാപിച്ചു. TC വിനോസ്, ഗുരുവായൂർ.
ഗുരുവായൂരിൽ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി കടകൾ അടപ്പിക്കുവാനുള്ള ശ്രമം പോലീസ് തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെ സമരക്കാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ചില കടകൾ വൈകിട്ട് 5 മണിയോടെ തുറന്നിരുന്നു. 6 മണിയോടെയാണ് 4 പേർ എത്തി കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനെ വ്യാപാരികളും ഭക്തരും എതിർത്തതോടെ വാക്കേറ്റമായി. വിവരമറിഞ്ഞ് ടെമ്പിൾ SI പ്രീതബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥയായി. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് 4 പേരെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഇതറിഞ്ഞ് സമരാനുകൂലികൾ സംഘടിച്ചെത്തി ടെമ്പിൾ SHO G അജയ്കുമാറുമായി വാക്കേറ്റമായി. കൂടുതൽ പോലീസ് എത്തിയാണ് സമരക്കാരെ പിരിച്ചുവിട്ടത്. കസ്റ്റഡിയിലെടുത്തവരിൽ 2 പേർ പടിഞ്ഞാറെ നടയിലെ സൗപർണിക ഹോട്ടൽ ആക്രമിച്ച കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്രനടയിൽ പ്രകടനമോ പ്രതിഷേധമോ നടത്തുന്നതിനുള്ള ഹൈക്കോടതി നിരോധനം മറികടന്ന വകുപ്പ് ചുമത്തി കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. സ്റ്റേഷനിൽ വന്ന കേസ് കൊടുത്താൽ എനിക്ക് വേറെ പേടിച്ചിട്ടാണ്. പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. ജീവനക്കാരന് നേരെയും ദൃശ്യം പകർത്താനെത്തിയ CTV വാർത്താ സംഘത്തിന് നേരെയും കയ്യേറ്റ ശ്രമം നടന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. സമൃദ്ധി സൂപ്പർ മാർക്കറ്റിലാണ് സമരാനുകൂലികൾ അതിക്രമം നടത്തിയത്. പണിമുടക്ക് ദിനം തുറന്നു പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി അടപ്പിക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരനായ അജിത്തിനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തട്ടിമറിച്ചിടുകയും ചെയ്തു. CTV വാർത്താ സംഘത്തിലെ ജോസഫ് മോൻസ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ പീച്ചി പോലീസിൽ പരാതി നൽകി. പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ച് ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പീച്ചി മണ്ഡലം ജനറൽ സെക്രട്ടറി ശിവരാജ്, ഉല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുന്ദരരാജൻ, മാടക്കത്തറ പഞ്ചായത്ത് അംഗം MS ഷിനോജ്, വേണുജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ 124 ഗ്രാം 680 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ സ്വദേശി കറുപ്പം വീട്ടിൽ അൻസാറിനെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൈക്കാട് പള്ളി റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്രത്യേകം പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ നിന്ന് 2 ഡെപ്പികളിലായി സൂക്ഷിച്ച ഓയിലും പിടിച്ചെടുത്തു. ചെറിയ ഡെപ്പിയിൽ 1 ഗ്രാം വരുന്ന ഹാഷിഷ് ഓയിൽ നിറച്ച് 1500 രൂപയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാളുടെ പതിവെന്ന് എക്സൈസ് പറഞ്ഞു. ഇതിനാവശ്യമായ 60ഓളം കാലി ഡെപ്പികളും സ്കൂട്ടറിൽ നിന്നും കണ്ടെടുത്തു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന ശക്തമാക്കിയപ്പോഴാണ് അൻസാർ എന്ന യുവാവ് 124 ഗ്രാമോളം വരുന്ന ഹാഷിഷ് ഓയിലുമായിട്ട് പിടികൂടിയിട്ടുള്ളത്. TN മുമ്പും കുന്നംകുളം റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലെ 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായിരുന്നു. TN കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും എല്ലാം ലഹരി വിൽപ്പന വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ടായിരുന്നു എന്ന് TN പിടിച്ചപ്പോൾ TN എന്നറിയാൻ സാധിച്ചു. ഇയാൾ നേരത്തെ 1.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ 55 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് മയക്കുമരുന്ന് കേസിൽ വീണ്ടും പിടിയിലാകുന്നത്. തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. TCV ഗുരുവായൂർ. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്.
വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃകോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. രവീന്ദ്രനും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓണാക്കിയപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകത്ത് മൊത്തം നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിലടക്കം തകർന്നിട്ടുണ്ട്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചീരക്കുണ്ട് സ്വദേശി സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. 2 മണിക്കൂറോളം തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന പകുതി മൂപ്പായതും കുലവെട്ടാറായതുമായ നിരവധി വാഴകൾ നശിപ്പിച്ചു. പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അത് മറികടന്നാണ് കാട്ടാന എത്തിയതെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പീച്ചി ഡാമിൽ വീണ യുവാവ് മരിച്ചു. ഡാമിലെ ഫ്ലോട്ടിംഗ് പമ്പിംഗ് സ്റ്റേഷനിലെ മെയിന്റനൻസ് ജീവനക്കാരനായ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി 41 വയസ്സുള്ള അനിയാണ് മരിച്ചത്. ഫ്ലോട്ടിംഗ് പമ്പിൽ കൂടി നടന്നു പോകുന്നതിനിടെ ഫിക്സ് വന്ന് ഡാമിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടമറിഞ്ഞ് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തിയിരുന്നു. അപകടഭീതി നിറച്ച് കിഴിപ്പിള്ളിക്കരയിലെ ജലസംഭരണി. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ കുടിവെള്ള സംഭരണിയാണ് തകർച്ചാ ഭീഷണി ഉയർത്തുന്നത്. കിഴുപ്പുള്ളിക്കര അഴിമാവ് റോഡിൽ നളന്ദ സ്കൂളിന് തെക്കുവശത്തുള്ള വളവിനോട് ചേർന്നുള്ള കുടിവെള്ള സംഭരണിയാണ് ഏതു സമയവും തകരുമെന്ന അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുണ്ട് ഈ കുടിവെള്ള സംഭരണിക്കും അനുബന്ധമായുള്ള കിണറിനും. കിഴുപ്പള്ളിക്കര അഴിമാവ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ 25 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കൂറ്റൻ ജലസംഭരണിയുടെ കാലുകളും ടാങ്കിൻ്റെ അടിഭാഗവും ദ്രവിച്ച് ഏതു സമയത്തും നിലംപൊത്താവുന്ന നിലയിലാണ്. മഴക്കാലത്ത് ഇതിൽ കെട്ടിനിൽക്കുന്ന വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. റോഡിനോട് ചേർന്ന് 3 മീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ടാങ്ക് തകർന്നാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക. സ്കൂളുകളിലേക്കും RTO ഗ്രൗണ്ടിലേക്കുമടക്കം നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഈ ടാങ്ക് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് കിഴുപ്പള്ളിക്കര ആന്ധ്രപ്പോവ് സോക്കേഴ്സ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അവസ്ഥയിലാണ് ഈ വാട്ടർ ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. നിരവധി വാഹനങ്ങളൊക്കെ പോണ വഴിയിൽ കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഈ വഴി സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്ര വേഗം പൊളിച്ചു മാറ്റാൻ നമ്മൾ ആവശ്യപ്പെടാൻ. അഴിമാവ് പാലം വന്നതോടെ വാഹനബാഹുല്യവും ഏറെയാണ് ഇവിടെ. വളവിനോട് ചേർന്ന് വരുന്നതിനാലും ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തായതിനാലും അപകട സാധ്യത ഏറെയാണ്. കാട് കയറി ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന കടുത്ത വേനലിലും വറ്റാത്ത ടാങ്കിനോട് ചേർന്നുള്ള കിണർ ശുദ്ധീകരിച്ച് വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിക്കണമെന്നും ആന്ധ്രപ്പോവ് സോക്കേഴ്സ് ഭാരവാഹികളായ TV ദീപു, കാസ്ട്രോ സുധീർ, സ്വാലിഹ് ഹബീബുള്ള എന്നിവർ ആവശ്യപ്പെട്ടു. ഈ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. യാത്രക്കാരും അതുപോലെ റോഡിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗശൂന്യമായി വാട്ടർ ടാങ്ക് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന് ഞങ്ങൾ ആന്ധ്രപ്പോവ് സോക്കേഴ്സ് ആവശ്യപ്പെടുന്നു. TCV തൃപ്രയാർ. കൊടുങ്ങല്ലൂർ പാലിയംതുരുത്തിൽ വിദ്യാർത്ഥിയെ തെരുവ് നായ ആക്രമിച്ചു. കുറ്റിനിക്കാട്ട് രാജേഷിന്റെ മകൻ ജിതിൻ രാജനെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. പുറത്തുപോയി വരികയായിരുന്ന ജിതിൻ രാജനെ വീട്ടുമുറ്റത്ത് വെച്ചാണ് നായ ആക്രമിച്ചത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പലപ്പോഴും രോഗികളുടെ നേരെ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. OP ടിക്കറ്റ് കൊടുക്കുന്നിടത്തും മുൻവശത്തുമാണ് തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയിൽ തെരുവുനായ്ക്കളുടെ കടിയേൽക്കാതെ കഷ്ടിച്ചാണ് ആളുകൾ രക്ഷപ്പെടുന്നത്. ആശുപത്രിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. 10 മുതൽ 13 വരെയാണ് ഇരിങ്ങാലക്കുട നഗരസഭാ ടൗൺ ഹാളിൽ CPI ജില്ലാ സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. 11-ന് നടക്കുന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ CPIയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന് കോൺഗ്രസ്. ആശുപത്രിയിലെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾക്ക് വാർഡ് തുറന്നു നൽകാതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പോൾസൺ തെക്കുംപീടിക, അംഗങ്ങളായ സതി സുധീർ, മിനി ഡെന്നി എന്നിവരാണ് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണത് സന്ദർശിക്കാനെത്തിയത്.
സൂപ്രണ്ടുമായി സംസാരിച്ച നേതാക്കളോട് ആദ്യം വാർഡ് തുറന്നു നൽകാമെന്ന് പറഞ്ഞ സൂപ്രണ്ട് പിന്നീട് താക്കോൽ ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് തുറന്നു കാണണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടെങ്കിലും സൂപ്രണ്ട് ഇത് അംഗീകരിച്ചില്ല. തുടർന്ന് മെമ്പർമാരും കോൺഗ്രസ് പ്രവർത്തകരും വാർഡിന് മുൻപിൽ പ്രതിഷേധിച്ചു. 1.25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് തുറന്നു നൽകാത്തത് നിർമ്മാണത്തിലെ അഴിമതികൾ പുറത്തറിയാതിരിക്കാനാണെന്ന് പോൾസൺ തെക്കുംപീടിക പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ഐസൊലേഷൻ വാർഡ് അതിന്റെ ഉദ്ഘാടനം കുറച്ച് നാളുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി നിർവഹിച്ചതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഇതിന്റെ സീലിംഗ് മുഴുവൻ കലങ്ങിയിരിക്കുക. വളരെ വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ ആശുപത്രി അധികൃതർ ഇതുമായിട്ട് സഹകരിച്ചില്ല. കാരണം എന്താണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് കാണിച്ചു തരുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം നിർമ്മാണം നടത്തിയിരുന്നത് കോൺട്രാക്ടർമാരാണ്. അപ്പോൾ അവർക്കത് തുറന്നു തരുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളും കുഴപ്പങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ടെമ്പററി കെട്ടിടം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തിയതോടെ പ്രതിഷേധം ശക്തമാകുമെന്നറിഞ്ഞ സൂപ്രണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. പുതുക്കാട് SHO മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ പുതുക്കാട് വരന്തരപ്പള്ളി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചു. തുടർന്ന് പോലീസ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K. ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിന്. ആഗോളതാപനം ചുരുക്കൽ, തദ്ദേശീയ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കൽ എന്നിവ ലക്ഷ്യമിട്ട് എളവള്ളി പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരമായാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം. എളവള്ളി പഞ്ചായത്തിന് ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണം, മണ്ണ് സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, ജലസംരക്ഷണം എന്നിവയിലുള്ള പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി ലഭിക്കുക. ചെയർമാൻ ജിയോ ഫോക്സ്, കൺവീനർ CT ജാൻസി, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ആഷിഖ് വലിയകത്ത്, KP രാജു, KA പ്രേമൻ, MG പ്രശാന്തി, സരസ്വതി അജയൻ എന്നിവരാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. പുതിയ തലമുറയ്ക്ക് ഭൂമിയിലെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ജൈവ വൈവിധ്യ അവാർഡെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റും ജൈവ വൈവിധ്യ പരിപാലന സമിതി ചെയർമാനുമായ ജിയോ ഫോക്സ് വ്യക്തമാക്കി. ദേശീയ പണിമുടക്ക് ദിവസം ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് ചിറ്റണ്ട യുവജന സംഘം വായനശാല. ചിറ്റണ്ട സെന്ററിൽ തീർത്ത മനുഷ്യച്ചങ്ങല തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല അംഗം വത്സല ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ മുഖ്യപ്രഭാഷണം നടത്തി. CR രമ്യ ലഹരിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗം ES. സുരേഷ്, വായനശാല അംഗങ്ങളായ P. മനോഹരൻ, KT. സുരേഷ് കുമാർ, KS. ഹരിദാസ്, TS. അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്തിലെ പൊക്ലായിൽ താമസിക്കുന്ന 5 നാടോടി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് സ്വന്തം വീടിന്റെ തണലിലേക്ക് ജീവിതത്തെ പറിച്ചു നടാൻ ഒരുങ്ങുന്നത്. മതിലകം പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 കുടുംബങ്ങൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത്. സോഷ്യൽ മീഡിയയിലും പത്രദൃശ്യമാധ്യമങ്ങളിലും നാടോടി കുടുംബങ്ങളുടെ ദുരിത ജീവിതം വാർത്തയായിരുന്നു. ഇതോടെയാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവർക്ക് വീടൊരുക്കാൻ പദ്ധതിയിട്ടത്. ഈ കുടുംബങ്ങളെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയുമായിരുന്നു. മാള പഞ്ചായത്തിൽ വീട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 4 സെന്റ് ഭൂമി വീതം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്തു. നാടോടി കുടുംബങ്ങൾക്ക് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ ഓരോ കുടുംബത്തിനും 4 സെന്റ് വീതം 5 കുടുംബത്തിന് 20 സെന്റ് സ്ഥലം കണ്ടെത്തി അവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയും വീടിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 4 ലക്ഷം രൂപയും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വീടിനും 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ച ഭൂരേഖ കൈമാറ്റം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഈ കുടുംബങ്ങളെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. മറ്റൊരു ഇടവേള.
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാളയിൽ പൊതുസ്ഥലത്തെ കുടിക്കാലുകളും വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകളും മുറിച്ചുമാറ്റിയതിന്റെ ശേഷിക്കുന്ന ഭാഗം കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം മാള ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡിലെ നടപ്പാതയോട് ചേർന്നുള്ള ഭാഗത്ത് തുരുമ്പെടുത്ത് നിൽക്കുന്ന കൂർത്ത കമ്പി കാൽനട യാത്രക്കാരന്റെ കാലിൽ കയറി ചെരുപ്പ് തുളച്ചുകയറിയ കമ്പി കാലിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയതിനെ തുടർന്ന് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ജീവിതശൈലി രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്ന മരുന്ന് വിതരണം 1 മാസത്തേക്ക് എന്ന രീതിയിൽ പുനഃക്രമീകരിച്ചു. 15 ദിവസത്തേക്ക് എന്ന രീതിയിൽ നൽകിയിരുന്ന മരുന്നുകളാണ് പുനഃക്രമീകരിച്ചത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് 1 മാസത്തേക്ക് ഒരുമിച്ച് നൽകാൻ തീരുമാനിച്ചത്. 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റുകളുമുള്ള കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 17 ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് മരുന്നിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നുണ്ട്. മരുന്ന് വിതരണം പുനഃക്രമീകരിച്ചതുവഴി മാസത്തിൽ 2 തവണ ആശുപത്രിയിൽ വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ഇപ്രകാരം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി 1979 സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി. ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണിന്നും. ശരിക്കും 3500 അഭിനയിക്കൽ മാത്രം സംവിധാനം ഒരു 10-80ഓളം സമയത്ത് അത് ഈ ട്രൂപ്പിൽ പോണ കാരണം അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു മടുപ്പ് വന്നു രണ്ടോടെ ചെയ്യുമ്പോൾ. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല. എല്ലാവരും നമ്മളിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ 3 സെൻറ്റ് ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ. അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷമം സ്വയം ഉണ്ട്. കാരണം കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെ പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും. TCV കൊടുങ്ങല്ലൂർ. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി MS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ, വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ CD ഔസേബ്, B കൃഷ്ണകുമാർ, MS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി A ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് പോളി കണിച്ചായി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, TUCI നേതാവ് ജോസ് ആറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ കോട്ടപ്പടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജീവ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, എറിൻ ആന്റണി, TB ദയാനന്ദൻ, KV ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, ആമ്പല്ലൂർ, വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രകടനം നടന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. നഗരത്തിൽ ഉൾപ്പെടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകൾ ഭൂരിഭാഗം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ ട്രഷറി ഉൾപ്പെടെ 7 ഓഫീസുകളാണ് തുറന്ന് പ്രവർത്തിച്ചത്. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പൊതുയോഗം AITUC തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി KA വർഗീസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി, AITUC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ്, NGO യൂണിയൻ ജില്ലാ ട്രഷറർ OP ബിജോയ്, AITUC മണ്ഡലം പ്രസിഡന്റ് KA രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്ക് ദിനം സേവന പ്രവർത്തനങ്ങൾ നടത്തി മാള ഡിപ്പോയിലെ KSRTC ജീവനക്കാർ. വാഹനയാത്രക്കാർക്ക് തടസ്സമായിരുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റുന്ന ജോലിയാണ് ജീവനക്കാർ ചെയ്തത്. ബസിന്റെ മുകളിൽ കയറി നിന്നാണ് മരച്ചില്ലകൾ വെട്ടിമാറ്റിയത്. മേലൂർ പൂലാനിയിൽ വളർത്തുനായ ചത്തതിൽ ക്ഷുഭിതനായ യുവാവ് അയൽവാസിയെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ ചുണ്ടാൻതുരുത്തി മോഹനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സൗത്ത് പൂലാനിയിലെ ഉർക്കേലി വിജീഷിനെതിരെ കൊരട്ടി പോലീസ് കേസെടുത്തു. മോഹനന്റെ TV അടക്കമുള്ള സാമഗ്രികൾ തകർത്തതായി പറയുന്നു. ഒരാഴ്ച മുൻപാണ് വിജീഷിന്റെ നായ ചത്തത്. മോഹനനാണ് നായയെ കൊന്നതെന്ന് കുറ്റപ്പെടുത്തിയാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ അടിച്ചു തകർത്തു. പടിഞ്ഞാറൻ നടയിലെ വസ്ത്രസ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പട്ടിക്കാട് സമരാനുകൂലികൾ സൂപ്പർമാർക്കറ്റ് അടപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. വെള്ളാങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്ങല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. മരടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. ബീച്ച് ഡാമിൽ വീണ യുവാവ് മരിച്ചു. ഡാമിലെ ഫ്ലോട്ടിംഗ് പമ്പിംഗ് സ്റ്റേഷനിലെ മെയിന്റനൻസ് ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി അനിയാണ് മരിച്ചത്. അപകടഭീതി നിറച്ച് കിഴുപ്പള്ളിക്കരയിലെ ജലസംഭരണി. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ കുടിവെള്ള സംഭരണിയാണ് തകർച്ചാ ഭീഷണി ഉയർത്തുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.